അടക്കമുണ്ടാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വരുന്നുണ്ട്. അത് മയക്കുമരുന്നിനടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ്. സംഭവം കോട്ടയം പള്ളിക്കത്തോട് ഇളംപള്ളിയിലാണ്. കൊല്ലപ്പെട്ടതൊരു ലോട്ടറി വിൽപ്പനക്കാരിയാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാത്രി 8 മണിയോടുകൂടിയാണ് ഈ അരുംകൊല നടന്നിരിക്കുന്നത്. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. അമൽ, എന്താണ് സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ് അമൽ? അറിയിച്ചത് ഇന്ന് 8 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം കോട്ടയത്ത് പള്ളിക്കത്തോട് ഇളംപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായത്. അവിടെ ലോട്ടറി വിൽപ്പനക്കാരിയായ സിന്ധുവിനെ മകൻ അരവിന്ദനാണ് വെട്ടിക്കൊല്ലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും അരവിന്ദൻ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. പോലീസ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഒരു വ്യക്തത കുറവുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം അമൽ സുരേന്ദ്രനിലേക്ക് ഉടൻ തന്നെ എത്താം. മയക്കുമരുന്നിനടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന വളരെ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ് കോട്ടയം പള്ളിക്കത്തോട് ഇളംപള്ളിയിൽ നിന്ന് പുറത്തു വരുന്നത്. ലോട്ടറി വിൽപ്പനക്കാരിയാണ് ഈ അമ്മ. അവരാണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് എന്ന കാര്യം അറിയേണ്ടതുണ്ട്. അമൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ സുരേന്ദ്രൻ, തുടരാം. റീജിത്ത്, ഏതായാലും ഇന്ന് 8 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം പള്ളിക്കത്തോട് ഇളംപള്ളിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് 45 വയസ്സുള്ള മകൻ അരവിന്ദനാണ് സിന്ധു എന്ന് പറയുന്ന അമ്മയെ, ലോട്ടറി വിൽപ്പനക്കാരിയായ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ മകന് ലഹരിയുടെ ഉപയോഗം ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ മാനസിക നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുമായി നാട്ടുകാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ഒരു ശരി, അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മയക്കുമരുന്നിനടിമയായ മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി.